ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതെ അർജുന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ വലിയ പാളിച്ചകളുണ്ടായെന്ന് മേജർ രവി സൈന പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലെ പ്രത്യേക അഭിമുഖത്തിലാണ് രക്ഷാപ്രവർത്തനത്തിലെ പാളിച്ചകളെക്കുറിച്ച് മേജർ രവി അക്കമിട്ട് പറഞ്ഞത്. ഈ അഭിമുഖം ഉറപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് എനിക്ക് വന്ന മെസ്സേജ് മേജർ ഇന്ദ്രപാലിൻ്റേതാണ്. മോശം കാലാവസ്ഥ കാരണം ഇന്നത്തെ ഓപ്പറേഷൻ അവസാനിപ്പിച്ചെന്നാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എന്നും മേജർ രവി പറയുന്നു. ഈ ഓപ്പറേഷനിൽ ഏറ്റവും വലിയ ശത്രുവായിരിക്കുന്നത് കാലാവസ്ഥയാണ്. ഒരു ട്രേസും ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. ഇനി അവർ നോക്കുന്നത് നൈറ്റ് മോഡിൽ പരിശോധന നടത്തിയാൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യമാണ്. 10 ദിവസം മുമ്പ് തന്നെ ഇത്രയും ഒരു കോർഡിനേഷൻ സർക്കാർ നടത്തിയിരുന്നെങ്കിൽ സാഹചര്യം ഇത്രയും മോശമാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടുമായിരുന്നു. എന്നാൽ അതിന് നമുക്ക് സാധിച്ചിട്ടില്ല. എവിടെയാണെങ്കിലും സർക്കാരുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണം. ചില സർക്കാരുകൾക്ക് ഈഗോ പ്രോബ്ലം വരും. അത് ഞങ്ങൾ നോക്കുമെന്നൊക്കെ ആദ്യം കുറച്ച് സാധാരണ പോലീസുകാരെ പറഞ്ഞുവിടും. പിന്നെ DYSPയും SP-യും കളക്ടറും പോകും. അവരെ കൊണ്ട് മണ്ണ് മാന്തുവാൻ പറ്റുമോ? അവിടെ വേണ്ടത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏത് സംസ്ഥാനത്തും കാര്യക്ഷമമായിരിക്കണം. നാളെ ഒരുത്തൻ്റെ ജീവൻ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ചിലതായിട്ടാണ് അതിനെ കാണേണ്ടത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആദ്യം മുഖ്യമന്ത്രി വിളിക്കേണ്ടത് ഇവരെയാണ്. ഇവരെ കൊണ്ട് പറ്റുന്നത് അവർ ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യമായ കേന്ദ്ര സേനയെ വിളിക്കുക. മതിയായ യോഗ്യതയുള്ള വ്യക്തികൾ ഇതിനു വേണം. ഇന്ദ്രപാലൻ അത്രയുള്ള വ്യക്തിയാണ്. അവിടെയുള്ള ചിലരൊക്കെ മീഡിയയിൽ അവരുടെ മുഖം വരികയും വേണം, എന്നാൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയുമില്ല. അത് കാണുമ്പോഴാണ് വിരോധാഭാസമായി തോന്നുന്നത്. മീഡിയക്കാരുടെ ചോദ്യങ്ങൾ ഉത്തരം പറയാനുള്ള കേൾപ്പ് പോലും ഇല്ലാത്ത ആളുകളെ കണ്ടെത്തും. മേജർ രവി പറയുന്നുണ്ട്, ലോറി മുതലാളിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അവൻ്റെ ഒരു മുതലാളിയുടെ നില എന്താണെന്ന് അറിയാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ലോറി മുതലാളിയുടെ മെക്കെട്ട് കയറാൻ നോക്കുകയാണ്. അവിടെ മസിൽ പവർ കാണിക്കാൻ നോക്കുകയാണ്. അവിടെ മസിൽ പവർ കാണിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങേരെയൊക്കെ മസിൽ പവർ കാണിക്കാൻ നിന്നാൽ ചിലപ്പോൾ ടെമ്പർ തെറ്റുകയും കയ്യാങ്കളിയിൽ വരെ എത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പറയും യൂണിഫോം ഇട്ടവനെ തല്ലിയെന്ന്. പല സന്ദർഭത്തിലും അത്രയും സാഹചര്യം ഉണ്ടാക്കിയെടുത്തിട്ടാണ് യൂണിഫോം ഇട്ടവനെ തല്ലുന്നത്. വളരെ പക്വതയുള്ള ടീമാണെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ല. തുടക്കത്തിൽ രക്ഷാപ്രവർത്തനം വളരെ മോശമായിരുന്നു. 3-4 ദിവസം പോലീസുകാരും കുറച്ച് വാഹനങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഡ്രോൺ പറപ്പിച്ച് ഒരു പരിശോധനയും ഉണ്ടായില്ല. അർജുൻ ലോറിക്ക് പുറത്ത് ഒഴുകിപ്പോകുമെന്ന് കരുതുക. ഡ്രോൺ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വഴിയുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയും വെച്ച് അർജുനെ കണ്ടെത്തുമായിരുന്നു. മേജർ രവി വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോഴാണ് അവിടെ പ്രൊഫഷണലായിട്ട് തിരച്ചിൽ നടന്നത്. നിലവിലെ സംവിധാനങ്ങളൊക്കെ 10 ദിവസം വരെ കൊണ്ട് വരാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും മഴയൊക്കെ വരുന്നതുവരെ കാത്തിരുന്നില്ലേ? അതൊക്കെ നിങ്ങളുടെ കഴിവുകേടെന്നും മേജർ രവി കൂട്ടിച്ചേർത്തു.